കൈകൾ കടിച്ചുകൊണ്ട് അവർ പറയുന്ന ചില വർത്തമാനങ്ങൾ പരിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നിൽ ഓതിത്തരുന്നു. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, വയൗമ യഅല്ലു ളാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖദതു മഅർ റസൂലി സബീല യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ ലഖദ് അദല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി വകാന ശൈത്വാനു ലിൽ ഇൻസാനി ഖദൂലാ. അക്രമികളായ മനുഷ്യന്മാര് അവരുടെ കൈകൾ കടിക്കുന്ന ഒരു ദിവസം വരാനിരിക്കുകയാണ്. അതാ ഒരു വിഭാഗം ആളുകൾ, അക്രമികളായ ആളുകൾ നാളെ പടച്ച തമ്പുരാന്റെ പരലോകത്ത് വരുമ്പോൾ അവരുടെ കൈകൾ കടിച്ചിട്ട് അവർ പറയുന്നൊരു വർത്തമാനമുണ്ട്, യാ ലൈതനി ഇത്തഖദതു മഅർ റസൂലി സബീല, ഞാൻ എന്റെ പ്രവാചകനോടൊപ്പം ഒരു മാർഗം സ്വീകരിച്ചിരുന്നുവെങ്കിൽ, ഞാൻ എന്റെ പ്രവാചകനോടൊപ്പം ഒരു മാർഗം സ്വീകരിച്ചിരുന്നുവെങ്കിൽ എന്തുമാത്രം നന്നായിരുന്നേനെ. യാ വൈലതാ ലൈതനി, എന്റെ നാശമേ, എന്റെ കഷ്ടമേ, എന്തുമാത്രം നന്നായിരുന്നേനെ. ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ, ഇന്ന ഇന്ന വ്യക്തികളെ, ഇന്ന ഇന്ന ആളുകളെ ഞാൻ എന്റെ ചങ്ങാതിയായി സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ, ഞാൻ എന്റെ സുഹൃത്തായി സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ എന്തുമാത്രം നന്നായിരുന്നേനെ. നേരെ മറിച്ച് ഞാൻ എന്റെ മുത്തുനബിയുടെ മാർഗം സ്വീകരിച്ചിരുന്നുവെങ്കിൽ, ആ പ്രവാചകന്റെ മാർഗം അങ്ങ് മുറുകെ പിടിച്ചിരുന്നുവെങ്കിൽ എന്തുമാത്രം നന്നായിരുന്നേനെ എന്ന് പറഞ്ഞ് ഒരു വിഭാഗം ആളുകൾ കൈകാലിട്ടടിച്ച് നിലവിളിക്കുന്ന ഒരു രംഗം. വീണ്ടും പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, നരകത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, മുഖങ്ങൾ കുത്തിക്കൊണ്ട് നരകത്തിലേക്ക് അവർ കീഴ്മേൽ മറിച്ചിടപ്പെടുന്ന ദിവസം. ആ ദിവസത്തിൽ നരകത്തിലേക്ക് വീഴുമ്പോൾ അവർ പറയുന്ന ചില വർത്തമാനങ്ങളെ സംബന്ധിച്ച് ഖുർആൻ ഓതിത്തരുന്നു. എന്താ ഖുർആൻ പറയുന്നത്? യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാരി യഖൂലൂന യാ ലൈതനാ അത്അന അല്ലാഹ വഅത്അന റസൂല وقالوا ربنا إنا أطعنا سادتنا وكبراءنا فأضلونا السبيل ربنا آتهم ضعفين من العذاب والعنهم لعنا كبيرا യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ. അങ്ങനെ അതാ നരകത്തിലേക്ക് മുഖങ്ങൾ കുത്തിക്കൊണ്ട് മറിച്ചിടപ്പെടുന്ന ദിവസം. ആ ദിവസത്തിൽ നരകത്തിലേക്ക് വീഴുന്ന ആളുകൾ യഖൂലൂന, അവര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, യാ ലൈതനാ, എന്തുമാത്രം ആയിരുന്നേനെ, അത്അന അല്ലാഹ വഅത്അന റസൂല, ഞങ്ങൾ അല്ലാഹുവിനെ അനുസരിച്ചിരുന്നുവെങ്കിൽ, ഞങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനെയും അനുസരിച്ചിരുന്നുവെങ്കിൽ എന്തുമാത്രം നന്നായിരുന്നേനെ. നമ്മള് ഖുർആന് സുന്നത്തൊക്കെ അനുസരിച്ചിരുന്നെങ്കിൽ എന്തുമാത്രം നന്നായിരുന്നു. എപ്പോ? നരകത്തിലേക്ക് വിടുമ്പോ. വഖാലു, അവരതാ വീണ്ടും പറയുകയാണ്, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ഇന്ന അത്വാന, തീർച്ചയായും ഞങ്ങൾ അനുസരിച്ചു പോയി നാദാ. ആരെയാണ് ഞങ്ങൾ അനുസരിച്ചത്? സാദത്തന വകുബറാന, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സാദാത്യങ്ങളെ, നേതാക്കന്മാരെ, അതുപോലെ വലിയ വലിയ ആളുകളെ ഞങ്ങൾ അനുസരിച്ചു പോയി. ഫഅദല്ലൂന സബീല, അവരാകട്ടെ ഞങ്ങളെ പിഴപ്പിച്ചു കളയുകയും ചെയ്തു. ഞങ്ങൾ അനുസരിച്ചത് നേതാക്കന്മാരെ, വലിയ വലിയ ആൾക്കാർ, അവരൊക്കെ പറയുന്നത് ശരിയായിരിക്കും എന്ന് കരുതി അതൊക്കെ തൊണ്ട തൊടാതെ ഞങ്ങൾ അങ്ങ് വിഴുങ്ങി. അവരെ ഞങ്ങളെ പിഴപ്പിച്ചു കളഞ്ഞു. അവരെ ഞങ്ങൾ അനുസരിച്ചില്ലായിരുന്നെങ്കിൽ, ദുനിയാവിൽ ആ പൗരോഹിത്യത്തിന്റെ ആളുകൾ പറയുന്നത് തൊണ്ട തൊടാതെ ഞങ്ങൾ വിഴുങ്ങിയില്ലായിരുന്നുവെങ്കിൽ, ആ ഖുർആനും സുന്നത്തൊക്കെ ഒന്ന് മറിച്ചു നോക്കിയിരുന്നെങ്കിൽ, അതൊന്ന് പഠിച്ചിരുന്നുവെങ്കിൽ, അതൊന്ന് കേട്ടിരുന്നുവെങ്കിൽ, ഈ ഗതികേട്, ഈ നരകത്തിലേക്ക് വീഴേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ ഞങ്ങൾക്ക് വരില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വാവിട്ട് നിലവിളിക്കുന്ന ഒരു രംഗം സഹോദരങ്ങളെ. അതുകൊണ്ട് ഇത്തരം ഒരവസ്ഥ നാളെ പടച്ച തമ്പുരാനെ പരലോകത്ത് വരുമ്പോൾ നമുക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? പരിശുദ്ധമായ ഖുർആനിലേക്കും അതോടൊപ്പം തന്നെ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങളിലേക്ക് നമ്മൾ മടങ്ങണം. അത് നമ്മൾ സ്വീകരിക്കണം. ഇതിന് എതിരായി തോന്നിയ പോലെയൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ, എന്നിട്ട് അവരും പറഞ്ഞു നടക്കുന്നു ഞങ്ങളാണ് യഥാർത്ഥത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ എന്ന്. പ്രവാചകന്റെ ചര്യയുമായി ഒരു ബന്ധമില്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ ഖുർആനിലും ഹദീസിലും ഉണ്ടോ എന്ന് നോക്കുക പോലും പരിശോധിക്കുക പോലും ചെയ്യാതെ എല്ലാ തോന്നിയവാസങ്ങളും ചെയ്തിട്ട് ഞങ്ങൾ യഥാർത്ഥത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണെന്ന് ഒരു ഉളുപ്പുമില്ലാതെ പറഞ്ഞു നടക്കുന്ന സഹോദരങ്ങൾ, അല്ലേ?
നമ്മൾ ഇത്രയും നേരം ഖുർആനിലേക്കും സുന്നത്തിലേക്കും വരൂ എന്നുള്ള ആയത്തുകളും ഹദീസുകളാണ് നിങ്ങൾക്ക് മുന്നിൽ ഓതി വെച്ചത്. എന്നാൽ ഇവിടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 6ാം സമ്മേളനത്തിൽ അവർ പാസാക്കിയ പ്രമേയം 8ാം പ്രമേയം. ഈ പ്രമേയത്തിൽ അവർ വിശദീകരിക്കുന്നുണ്ട് ആരൊക്കെയാണ് യഥാർത്ഥത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളെന്നും ആരൊക്കെയാണ് സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്തുപോയ ആളുകളെന്നും ഈ പ്രമേയത്തിൽ അവർ വിശദീകരിക്കുന്നു. പ്രമേയം 8 എന്ന് പറഞ്ഞുകൊണ്ട് എന്താ വിശദീകരിക്കുന്നത്? ഒരാൾക്ക് സുന്നത്ത് ജമാഅത്തിൽ മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഇവിടെ വിശദീകരിക്കുന്നു. എന്തൊക്കെയാണ് നോക്കിക്കോളി നിങ്ങൾ. കേരളത്തിലെ മുസ്ലിങ്ങളിൽ അനേക കൊല്ലമായിട്ട് നിരാക്ഷേപമായി നടന്നു വന്നതും ഇപ്പോഴും നടത്തുന്നതുമായ താഴെ വിവരിക്കുന്ന കാര്യങ്ങൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കളാൽ മതാനുസാരങ്ങളാണെന്ന് സ്ഥിരപ്പെട്ടവയാണെന്നും അവ മതവിരുദ്ധമാണെന്നോ അഥവാ ശിർക്കാണെന്നോ പറയുന്നവർ സുന്നികളല്ലെന്നും അവർ ഇമാമിനും ഖത്തീബ് സ്ഥാനത്തിനും ഖാദി സ്ഥാനത്തിനും കൊള്ളരുതാത്തവരാണെന്നും ഈ യോഗം ഇതാ തീരുമാനിക്കുന്നു. അപ്പൊ എന്താ പറഞ്ഞ ഖുർആനിലും സുന്നത്തിലുള്ള കാര്യങ്ങൾ എന്നല്ല, പിന്നെയോ കേരളത്തിലെ മുസ്ലിങ്ങൾ അനേക കൊല്ലമായി ചെയ്തു വരുന്ന കാര്യങ്ങൾ അതത്രേ എന്ത് സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം. ഒരു കാര്യം ദീനിലെ തെളിവാവണി കേരളത്തിലെ ആളുകൾ എത്ര കൊല്ലം ചെയ്തു നോക്കിയിട്ടാ ആണോ സഹോദരങ്ങളെ? കേരളത്തിലെ ജനങ്ങൾ എത്ര കൊല്ലമായി ചെയ്തു വരുന്ന കൊല്ലത്തിന്റെ കണക്ക് നോക്കിയിട്ട് ഭൂരിഭാഗം നോക്കിയിട്ടാണോ ദീൻ തീരുമാനിക്കേണ്ടത്? ഖുർആനും സുന്നത്തും എന്ത് പറയുന്നു എന്ന് പരിശോധിച്ചിട്ട് അതിൽ നിന്നാണ് ദീൻ പഠിക്കേണ്ടത്. പക്ഷേ ഇവിടെയുള്ള ആളുകൾ സുന്നത്ത് ജമാഅത്തിനെ സംബന്ധിച്ച് അവർ വിശദീകരിച്ചപ്പോൾ, പ്രമേയം പാസാക്കിയപ്പോൾ അവർ പറഞ്ഞത് കേരളത്തിലെ മുസ്ലിങ്ങൾ അനേക കൊല്ലമായി ചെയ്തു വരുന്ന കാര്യങ്ങൾ ഇപ്പോഴും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കളാൽ അത് മത നിയമങ്ങളാണെന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്നു. അത് അംഗീകരിക്കണം. കേരളത്തിലും ആളുകൾ ചെയ്യുന്നതൊക്കെ ദീനാന്ന് അംഗീകരിക്കണം. അത് അംഗീകരിച്ചില്ലെങ്കിലോ അത് മതവിരുദ്ധമാണെന്ന് തെറ്റാണെന്ന് പറയുന്നവർ സുന്നികളല്ല. അവരെ ഇമാമിക്കാൻ കൊള്ളില്ല, ഖാദി സ്ഥാനത്തിന് പറ്റില്ല, അതുപോലെ മിമ്പറിൽ കയറ്റി നിർത്താനും കൊള്ളില്ല. അതൊക്കെ അംഗീകരിച്ചോളാം, എങ്കിലേ സുന്നത്ത് ജമാഅത്തിൽ മെമ്പർഷിപ്പ് കിട്ടുള്ളൂ എന്നാ. എന്നിട്ട് വിശദീകരിക്കുകയാണ് സംഗതികൾ. ഒന്നാമതായിട്ട് സുന്നത്ത് ജമാഅത്തിൽ മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ നിങ്ങൾ അംഗീകരിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നറിയോ? മരിച്ചുപോയ അംബിയ ഔലിയ സ്വാലിഹീൻ ഇവരുടെ ദാത്ത് കൊണ്ടും ജായ ഹക്ക് ബർക്കത്ത് ഇത്യാദി കൊണ്ടും തവസ്സുൽ അഥവാ ഇടനേട്ടം ചെയ്യലും അവരെ നേരിട്ട് വിളിക്കലും അവരെ വിളിച്ച് സഹായത്തിന് അപേക്ഷിക്കലും അവരുടെ ആധാര കൊണ്ട് ബർക്കത്ത് മതിക്കലും. എന്താ സഹോദരങ്ങളെ ഈ പറഞ്ഞത്? സുന്നത്ത് ജമാഅത്തിൽ മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ മരിച്ചുപോയ അംബിയ ഔലിയ സ്വാലിഹീൻ ഇവരോട് തവസ്സുൽ നടത്തണം, ഇടനേട്ടം നടത്തണം. പോരാ, പിന്നെ എങ്ങനെയാണ്? അവരെ നേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കണം. അവരെ നേർക്ക് നേരെ വിളിച്ച് പ്രാർത്ഥിച്ചുവെങ്കിൽ മാത്രമേ സുന്നത്ത് ജമാഅത്തിൽ മെമ്പർഷിപ്പ് കിട്ടുകയുള്ളൂ. അപ്പോൾ മരിച്ചുപോയ പ്രവാചകന്മാരോട് പ്രാർത്ഥിക്കാത്തവരോട്, അതുപോലെ ശൈഖിനോട് പ്രാർത്ഥിക്കാത്തവരായ ആളുകൾ, അങ്ങനെ പ്രാർത്ഥിക്കാത്തവരായ ആളുകളെ പള്ളിയിൽ ഇമാമ നിർത്താൻ പോലും കൊള്ളില്ല എന്ന് പ്രമേയം പാസാക്കിയവരാണ് നമ്മുടെ നാട്ടിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞു നടക്കുന്നവർ. എന്തൊരു വിരോധാഭാസമാണത്! ഇത് എങ്ങനെ ഒരു മുസ്ലിമിനെ അംഗീകരിക്കാൻ സാധിക്കും? പരിശുദ്ധ ഖുർആൻ നിങ്ങൾ പരിശോധിക്കുക. പരിശുദ്ധ ഖുർആനിൽ എത്ര പ്രാർത്ഥനകളുണ്ട് സഹോദരങ്ങളെ. ഏതെങ്കിലും ഒരു പ്രവാചകൻ തനിക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഏതെങ്കിലും ഒരു പ്രവാചകന്റെ ഖബറിടത്തിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ടോ? ആ പ്രവാചകനെ കൊണ്ട്, ആ പ്രവാചകന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുമോ? ഇല്ല. ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രാർത്ഥനകളെല്ലാം അള്ളാഹുവിനോടാണ്. ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രാർത്ഥനകളെല്ലാം അള്ളാഹുവിനോടാ. പ്രവാചകന്മാരുടെ പ്രാർത്ഥന, ഒന്നാമത്തെ മനുഷ്യനായ ഒന്നാമത്തെ നബിയായ മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിൽ കാണാം. എന്താണ് ആദം നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്നത്? ഖാല റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഖാല അവർ രണ്ടുപേരും പറയുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ആരൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അതുപോലെ ഹവ്വാ ബീവിയും പ്രാർത്ഥിക്കുകയാണ്. റബ്ബനാ ളലംനാ അൻഫുസനാ, റബ്ബനാ ഞങ്ങളുടെ റബ്ബേ, ളലംനാ അൻഫുസനാ ഞങ്ങളിതാ ഞങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിച്ചു പോയി തമ്പുരാനെ, ഞങ്ങളിതാ ഞങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിച്ചിരിക്കുകയാണ്. വഇൻ ലം തഗ്ഫിർ ലനാ, നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ല എങ്കിൽ, വതർഹംനാ ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്തില്ല എങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ തീർച്ചയായും ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും തമ്പുരാനെ. ഞങ്ങൾക്ക് എന്തു പറ്റും? ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും.
എന്ന് ഒന്നാമത്തെ മനുഷ്യരുടെ പിതാവായ ഒന്നാമത്തെ നബിയായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിൽ കാണാം. നീ വീണ്ടും നിങ്ങൾ പരിശോധിക്കോ. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 വർഷക്കാലം ജനങ്ങൾക്കിടയിൽ ഓടി നടന്നുകൊണ്ട് അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് 950 വർഷക്കാലം ജനങ്ങളുടെ മുന്നിൽ പ്രഖ്യാപിച്ച മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ പ്രാർത്ഥന സൂറത്തുൻ നൂഹിന്റെ അവസാനത്തെ ആയത്തിൽ കാണാം. റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വലാ തസിദിൽ ളാലിമീന ഇല്ലാ തബാറാ. റബ്ബിഗ്ഫിർലി, എന്റെ റബ്ബേ നീ എനിക്ക് പുറത്തു തരണേ. വലിവാലിദയ്യ, എന്റെ മാതാപിതാക്കൾക്കും നീ പുറത്തു കൊടുക്കണേ. വലിമൻ ദഖല ബൈതിയ മുഅ്മിനാ, എന്റെ വീട്ടിൽ വിശ്വാസിയായിക്കൊണ്ട് പ്രവേശിച്ചവനും നീ പുറത്തു കൊടുക്കണമേ. വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അതുപോലെ തന്നെ സത്യവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും നീ പുറത്തു കൊടുക്കണമേ. വലാ തസിദിൽ ളാലിമീന ഇല്ലാ തബാറാ, അക്രമികളായ ആളുകൾക്ക് നാശമല്ലാതെ മറ്റൊന്നും തന്നെ നീ വർദ്ധിപ്പിക്കല്ലേ തമ്പുരാനെ. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം, ആലോചിക്കണം. ഇത് ആരുടെ പ്രാർത്ഥനയാണ്? മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയാണ്. എന്നാൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ പ്രാർത്ഥന നടത്തിയത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഹഖ്ജായ ബർക്കത്ത് കൊണ്ടായിരുന്നില്ല, മഹാനായ ആദം നബിയെ കൊണ്ടുള്ള ഇടതേട്ടമായിരുന്നില്ല. നേരെ മറിച്ച് നേർക്ക് നേരെ റബ്ബി, എന്റെ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നത്. ആദം നബിയെ കൊണ്ട് ഇടതേട്ടം ചെയ്യുന്ന നൂഹ് നബിയുടെ പ്രാർത്ഥന ഖുർആനിലില്ല. ആദം നബിയുടെ കറാമത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയുടെ വാചകത്തിൽ കാണാൻ നമുക്ക് സാധ്യമല്ല. വീണ്ടും ആ പ്രവാചകന്റെ പ്രാർത്ഥന ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. 950 വർഷക്കാലം ജനങ്ങളോട് ഈ സത്യം തുറന്നു പറഞ്ഞിട്ട് ജനങ്ങൾ അംഗീകരിക്കാതെ വന്നപ്പോൾ അതാ ആ പ്രവാചകൻ റബ്ബിനോട് പറയുന്ന ചില വാചകങ്ങൾ. ഖാല റബ്ബി ഇന്ന ഖൗമി കദ്ദബൂൻ ഫഫ്തഹ് ബൈനി വബൈനഹും ഫതഹാ വനജ്ജിനി വമൻ മഅയ മിനൽ മുഅ്മിനീൻ. ഖാല, ആ പ്രവാചകൻ പറയുകയാണ്, റബ്ബി, എന്റെ റബ്ബേ, ഇന്ന ഖൗമി കദ്ദബൂൻ, തീർച്ചയായും ഇതാ എന്റെ ജനങ്ങൾ എന്നെ കളവാക്കുകയാണ്, നിഷേധിക്കുകയാണ്. അതിനാൽ ഫഫ്തഹ് ബൈനി വബൈനഹും ഫത്ഹാ, എനിക്കും അവർക്കും ഇടയിൽ നീ ഒരു തുറന്ന തീരുമാനമെടുക്കണേ തമ്പുരാനെ. വനജ്ജിനി വമൻ മഅയ മിനൽ മുഅ്മിനീൻ, എന്നെയും അതുപോലെ എന്നോടൊപ്പം വിശ്വസിച്ച വിശ്വാസികളെയും നീ രക്ഷപ്പെടുത്തണമേ എന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന തനിക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഏതെങ്കിലും ഒരു മഹാന്റെ ഖബറിടത്തിൽ പോയി നടത്തിയ പ്രാർത്ഥനയായിരുന്നില്ല. നേരെ മറിച്ച് നേർക്ക് നേരെ തന്റെ റബ്ബിനോട് നടത്തിയ പ്രാർത്ഥനയായിട്ടാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നിൽ ഓതി തരുന്നതെങ്കിൽ വീണ്ടും പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുകയാണ്. മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന. അയ്യൂബിനെ നിങ്ങൾ ഓർക്കണം കേട്ടോ. ഇതിനാദാ റബ്ബഹു, അദ്ദേഹം തന്റെ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിച്ച സന്ദർഭം. അന്നീ മസ്സനിയൽ ളുർറു, നാദാ എനിക്കിതാ ളുർറ് ബാധിച്ചിരിക്കുകയാണ്, കഷ്ടപ്പാട് ബാധിച്ചിരിക്കുകയാണ്. വ അൻത അർഹമുർ റഹീമീൻ, നീയാകട്ടെ കരുണ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കൂടുതൽ കരുണ ചെയ്യുന്നവനാണല്ലോ തമ്പുരാനെ. അതുകൊണ്ട് എന്നോട് നീ കരുണ കാണിക്കണമേ എന്ന് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ തനിക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഏതെങ്കിലും ഒരു പ്രവാചകനെ കൊണ്ടുള്ള ഇടതേട്ടമായിരുന്നില്ല, ആ പ്രവാചകനെ വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയായിരുന്നില്ല. നേരെ മറിച്ച് അല്ലാഹുവിനോടുള്ള പ്രാർത്ഥനയായിരുന്നുവെങ്കിൽ വീണ്ടും ഖുർആൻ വിശദീകരിക്കുകയാണ്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന. വദന്നൂനി, ദുന്നൂനെ നിങ്ങൾ ഓർക്കണം. ദുന്നൂൻ എന്ന് പറഞ്ഞാൽ മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് ആ പ്രവാചകൻ അങ്ങനെ അറിയപ്പെടാനുള്ള കാരണം? ദുന്നൂൻ എന്ന് പറഞ്ഞാൽ മത്സ്യക്കാരൻ എന്നാണ്, മത്സ്യത്തിന്റെ ആളെന്നാണ്. അഥവാ നമുക്കറിയാവുന്ന ചരിത്രമാണ്. ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടു പോയ പ്രവാചകനാണ് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ പ്രവാചകന്റെ പ്രാർത്ഥന എന്തായിരുന്നു? ഫനാദാ ഫിൽ ളുലുമാതി,
അന്ധകാരങ്ങളിൽ വെച്ച് അദ്ദേഹം വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. അതാ സമുദ്രത്തിനടിയിൽ ഒരു മത്സ്യത്തിന്റെ വയറ്റിലിരുന്നു കൊണ്ട് യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്, അല്ലാ ഇലാഹ ഇല്ലാ അൻത, നാഥാ നീ അല്ലാതെ ഒരു ഇലാഹില്ല, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരും തന്നെയില്ല. സുബ്ഹാനക, നീ എത്രയോ പരിശുദ്ധനാണ്, നിന്റെ പരിശുദ്ധിയെ ഞാനിതാ വാഴ്ത്തുന്നു, നിന്റെ മഹത്വത്തെ ഞാനിതാ പ്രകീർത്തിക്കുകയാണ്. ഇന്നി കുന്തു മിനൽ ളാലിമീൻ, തീർച്ചയായും